ഒരു മാസത്തെ അമേരിക്കൻ യാത്രയിൽ കണ്ട മനോഹരമായ ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ആവിഷ്കരിക്കുന്നത്. യാത്രകൾ എപ്പോഴും മനസ്സിനും ശരീരത്തിനും ഉണർവ് നൽകുന്നതാണ്. ഒപ്പം നമ്മുടെ അറിവും വർദ്ധിപ്പിക്കും. പുതിയ നാട്, ഭാഷ, സംസ്കാരം, പെരുമാറ്റം, ജീവിതരീതി എല്ലാം നമ്മെ അതിശയിപ്പിക്കുക തന്നെ ചെയ്യും. ഡ്രൈവർ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു കാറാണിത്. ആൽഫബറ്റ് എന്ന സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള വെയ്മോ എന്ന കാർ കമ്പനിയാണ് ഇപ്പോൾ ഈ കാറുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ക്യാമറകൾ, റഡാർ, ലിഡാർ എന്നിവ ഉപയോഗിച്ചാണ് ഈ കാറുകൾ പ്രവർത്തിക്കുന്നത്. ഒരു പക്ഷേ തിരക്ക് കുറഞ്ഞ റോഡുകളിലാണ് ഈ കാറുകൾ ഓടുന്നത് എന്ന് കരുതിയേക്കാം. അങ്ങനെയല്ല, വളരെ തിരക്കുള്ള റോഡിലും വളരെ അനായാസം ഈ കാറുകൾ സഞ്ചരിക്കുന്നു. നിങ്ങൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഡ്രൈവർ സീറ്റിൽ ആരുമില്ല. സ്റ്റിയറിംഗ് റോഡിന്റെ സ്ഥിതി അനുസരിച്ച് തനിയെ തിരിയുന്നതും കാണാം. ലിഡാർ അല്ലെങ്കിൽ ലേസർ സെൻസറുകൾ കാറിന് ചുറ്റുമുള്ളവയുടെ ഒരു 3D മാപ്പ് ഉണ്ടാക്കുന്നു. മോശം കാലാവസ്ഥയിൽ പോലും പ്രവർത്തിക്കുന്ന റഡാർ ചുറ്റും ചലിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങളെപ്പറ്റി അറിവ് നൽകുന്നു. സിഗ്നലുകൾ, സൈനുകൾ, ട്രാഫിക് ലൈറ്റുകൾ, കാൽനട യാത്രക്കാർ, ലൈനുകൾ എന്നിവയെല്ലാം ക്യാമറയും തിരിച്ചറിയുന്നു. വളരെ സുരക്ഷിതമായി യാത്ര ചെയ്യാവുന്ന ഈ കാറിൽ ഞങ്ങൾ യാത്ര ചെയ്യുന്നത് കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ്. റോഡ് മുറിച്ചു കടക്കുന്ന കാൽനട യാത്രക്കാർക്ക് വേണ്ടി കാർ നിർത്തുന്നത് കണ്ടോ? കാറിന്റെ സ്ക്രീനിൽ റോഡിന്റെയും മറ്റു വാഹനങ്ങളുടെയും ചിത്രങ്ങൾ നമുക്കും കാണാം. അമേരിക്കയുടെ തെക്കുഭാഗത്തുള്ള ടെക്സാസ് എന്ന സ്റ്റേറ്റിലെ സാൻ അന്റോണിയോ റിവർ വാക്കിലാണ് ഞങ്ങളിപ്പോൾ. ടെക്സാസിലെ വലുതും ഏറ്റവും പഴക്കമുള്ളതുമായ നഗരങ്ങളിൽ ഒന്നാണ് സാൻ അന്റോണിയോ. ബോട്ട് റൈഡിനെക്കുറിച്ചും ചുറ്റുമുള്ള കാഴ്ചകളെക്കുറിച്ചും ഞങ്ങളുടെ ക്യാപ്റ്റൻ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇരുകരകളിലും ധാരാളം റെസ്റ്റോറൻറ്റുകളും കഫേകളും മറ്റ് കടകളുമൊക്കെ ഉള്ള ഒരു മനോഹരമായ സ്ഥലമാണ് സാൻ അന്റോണിയോ റിവർ വാക്ക്. കാലിഫോർണിയ സ്റ്റേറ്റിലെ സിയറ നെവാഡ മലകളിലെ യോസെമിറ്റെ പാർക്ക് സന്ദർശിക്കുന്നതിന് വേണ്ടിയാണ് ഈ യാത്ര. മഞ്ഞ് പുതച്ചു കിടക്കുന്ന ഈ പാതയോരങ്ങളും വൃക്ഷങ്ങളും വേറിട്ട ഒരു അനുഭവം തന്നെയായിരുന്നു. Up feeling no pain, long stretches, I
get to remembering. നമുക്കൊട്ടും പരിചിതമല്ലാത്ത മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ സ്ഥലത്ത് അല്പനേരം ചെലവഴിച്ചില്ലെങ്കിൽ എന്ത് യാത്ര. ചിത്രങ്ങളിലും വീഡിയോകളിലും മാത്രം കണ്ടിട്ടുള്ളവ നേരിട്ട് അനുഭവിച്ചതിന്റെ ത്രില്ലിലാണ് എല്ലാവരും. Only place I can hide. In the morning, I'm wondering how I'm gonna get through the night. Sick and weary, and only your love's gonna make it right. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4000 അടി ഉയരത്തിലാണ് യോസമിറ്റയിലെ വെള്ളച്ചാട്ടങ്ങൾ. Stuck in the seal, I may never make it out. In the morning, I'm wondering how I'm gonna get through the night. Sick and weary, and only your love's gonna make it right. Yeah, only your love, only your love. ബ്രൈഡൽ വെയിൽ, യോസമിറ്റെ, വെർണാൽ, നെവാഡ, റിബൻ ഫാൾ, ഇങ്ങനെ പല വെള്ളച്ചാട്ടങ്ങൾ ഇവിടെയുണ്ട്. ഈ വെള്ളച്ചാട്ടങ്ങൾ സന്ദർശിക്കാൻ പറ്റിയത് ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലാണ്. മഞ്ഞുരുകി ശക്തമായ നീരൊഴുക്കുണ്ടാകുന്നത് ഈ മാസങ്ങളിലാണ്. Just a little, take me along the way. Won't you visit? Won't you stop by to stay? കാലിഫോർണിയ സ്റ്റേറ്റിലെ ഒരു വലിയ പാലമാണ് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്. ഏകദേശം 2.7 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ സസ്പെൻഷൻ ബ്രിഡ്ജ് തെക്ക് സാൻ ഫ്രാൻസിസ്കോയെയും വടക്ക് മറീൻ കൗണ്ടിയെയും ബന്ധിപ്പിക്കുന്നു. May never make it out. ഗോൾഡൻ ഗേറ്റ് സ്ട്രെയിറ്റ് എന്ന കടലിടുക്കിന്റെ മുകളിലൂടെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. പസഫിക് സമുദ്രത്തെ സാൻ ഫ്രാൻസിസ്കോയുമായി ബന്ധിപ്പിക്കുന്ന കടലിടുക്കാണ് ഗോൾഡൻ ഗേറ്റ് സ്ട്രെയിറ്റ്. Only your love's gonna make it right. സാൻ ഫ്രാൻസിസ്കോ ബീച്ചിൽ നിന്നുള്ള പാലത്തിന്റെ മനോഹരമായ ദൃശ്യം. Only your love, only your love. Only your love. അകലെ നിന്ന് നോക്കുമ്പോൾ ഒരു നാരോ ബ്രിഡ്ജായി കാണുമെങ്കിലും ഓരോ വശത്തും 3 ലൈനുകൾ വീതമുള്ള ഒരു വലിയ പാലമാണ് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്. ജോർജിയ സ്റ്റേറ്റിന്റെ തലസ്ഥാനമായ അറ്റ്ലാന്റയിലെ ഒരു അക്വേറിയമാണിത്, ജോർജിയ അക്വേറിയം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അക്വേറിയങ്ങളിലൊന്നും അമേരിക്കയിലെ ഏറ്റവും വലിയ അക്വേറിയവുമാണ് ജോർജിയ അക്വേറിയം. 100 കണക്കിന് സ്പീഷീസിൽപ്പെട്ട കടൽ ജീവികളെ സംരക്ഷിക്കുന്ന ഒരു അക്വേറിയമാണിത്. വെയിൽ ഷാർക്ക് അല്ലെങ്കിൽ തിമിംഗല സ്രാവുകളെ സംരക്ഷിക്കുന്ന ചുരുക്കം ചില അക്വേറിയങ്ങളിൽ ഒന്നാണ് അറ്റ്ലാന്റയിലെ ഈ അക്വേറിയം. In the morning, I wake up feeling no pain. Long stretches, I
get to remembering. Then I see my bed is empty on one side. Back in the sheet, the only place I can hide. In the morning, I'm wondering how I'm gonna get through the night. Sick and weary, and only your love's gonna make it right. I close the curtain, sweating, shaking all over. Imagine you're here. I'm looking up at the door. I'm a സന്ദർശകർക്ക് വേണ്ടി ഒരു ഡോൾഫിൻ ഷോയും ഇവിടെ നടത്തുന്നുണ്ട്. man without, stuck in the sill. I may never make it out. In the morning, I'm ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിലുള്ള പ്രശസ്തമായ ഒരു വാക്സ് മ്യൂസിയമാണ് മാഡം ടുസോഡ്സ് മ്യൂസിയം. 18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന ഒരു കലാകാരിയായിരുന്നു മാരി ടുസോഡ് അല്ലെങ്കിൽ മാഡം ടുസോഡ്. മെഴുക് പ്രതിമകൾ നിർമ്മിക്കാൻ വിദഗ്ധയായിരുന്ന അവർ പിന്നീട് ലണ്ടൻ നഗരത്തിൽ കുടിയേറി ആദ്യത്തെ വാക്സ് എക്സിബിഷൻ ആരംഭിച്ചു. just a little. Take me along the way. Won't you visit? Won't you stop by to stay? I'm a better man with ഇപ്പോൾ ലണ്ടൻ കൂടാതെ ന്യൂയോർക്ക്, ഹോളിവുഡ്, ലാസ് വെഗസ്, ദുബായ്, സിംഗപ്പൂർ എന്നിവിടങ്ങളിലും മാഡം ടുസോഡ് വാക്സ് മ്യൂസിയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. may never make it out. In the morning, I'm wondering how I'm gonna get through the night. I'm sick and weary. Only your love's gonna make it right. Only your love, only your love. ന്യൂയോർക്ക് മൻഹാട്ടനിൽ ഒരു ബോട്ട് യാത്രയാണ് അടുത്ത ഞങ്ങളുടെ പരിപാടി. സർക്കിൾ ലൈൻ എന്ന കമ്പനിയുടെ ബോട്ടിലാണ് ഞങ്ങളുടെ ഹൃദയഹാരിയായ ഈ യാത്ര. Only your love, only your love. Only your love, only your love. Only your love, only your ഭീകരാക്രമണത്തിൽ തകർന്ന വേൾഡ് ട്രേഡ് സെന്റർ നിന്നിരുന്ന സ്ഥലത്ത് പുതുതായി പണിതു തീർത്ത വൺ വേൾഡ് ട്രേഡ് സെന്റർ എന്ന ടവറാണ് കാണുന്നത്. ഫ്രീഡം ടവർ എന്നും ഈ പുതിയ ടവർ അറിയപ്പെടുന്നു. ബ്രൂക്ലിൻ ബ്രിഡ്ജ് ഏകദേശം 1.8 കിലോമീറ്റർ നീളമുള്ള ഈ പാലത്തിന്റെ നടുവിലായി കാൽനടയാത്രക്കാർക്ക് സൗകര്യം ഒരുക്കിയിരിക്കുന്നു. രണ്ട് വശങ്ങളിലുമായി വാഹനങ്ങൾ കടന്നുപോകുന്നു. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സസ്പെൻഷൻ ബ്രിഡ്ജുകളിൽ ഒന്നായ ബ്രൂക്ലിൻ ബ്രിഡ്ജ് മൻഹാട്ടനെയും ബ്രൂക്ലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഈസ്റ്റ് റിവറിന് മുകളിൽ കൂടിയാണ് ബ്രൂക്ലിൻ ബ്രിഡ്ജ് കടന്നുപോകുന്നത്. യഥാർത്ഥത്തിൽ ഈസ്റ്റ് റിവർ ഒരു റിവർ എന്നതിനേക്കാൾ അറ്റ്ലാന്റിക് ഓഷ്യനുമായി ബന്ധിപ്പിക്കുന്ന ഒരു കടലിടുക്കാണ്. In the morning, I wake up feeling no pain. മൻഹാട്ടനെയും ബ്രൂക്ലിനെയും ബന്ധിപ്പിക്കുന്ന മറ്റൊരു സസ്പെൻഷൻ ബ്രിഡ്ജാണ്
മൻഹാട്ടൻ ബ്രിഡ്ജ്. ഏകദേശം 2 കിലോമീറ്ററിന് മുകളിൽ ദൈർഘ്യമുള്ള ഈ പാലവും ഈസ്റ്റ് റിവറിന് മുകളിൽ കൂടിയാണ് പോകുന്നത്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സ്മാരകങ്ങളിൽ ഒന്നായ ഈ പ്രതിമ സ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും അടയാളമായി ന്യൂയോർക്ക് ഹാർബറിലെ ലിബർട്ടി ഐലൻഡിൽ നിലകൊള്ളുന്നു. വലതു കൈയിലെ ദീപം ലോകത്തെ മുഴുവൻ പ്രകാശമാനമാക്കുന്ന സ്വാതന്ത്ര്യത്തെയും ഇടത് കൈയിലെ ടാബ്ലറ്റ് നിയമത്തെയും സൂചിപ്പിക്കുന്നു. കാൽപാദത്തിനരികിൽ കാണുന്ന പൊട്ടിയ ചങ്ങല അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തെയും സൂചിപ്പിക്കുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യ ദിനമായ 1776 ജൂലൈ 4 എന്നാണ് ആ ടാബ്ലറ്റിൽ എഴുതിയിരിക്കുന്നത്. സൗഹൃദത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അടയാളമായി ഫ്രഞ്ച് ജനത അമേരിക്കയ്ക്ക് നൽകിയ ഒരു സമ്മാനമാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. സ്വാതന്ത്ര്യ പ്രതിമയ്ക്കടുത്തുള്ള മറ്റൊരു ചരിത്ര സ്മാരകമാണ് എല്ലിസ് ഐലൻഡ്. 1892 മുതൽ 1954 വരെയുള്ള കാലഘട്ടത്തിൽ അമേരിക്കയിലേക്ക് കുടിയേറിയവരുടെ ഒരു ഇമിഗ്രേഷൻ സ്റ്റേഷനായിരുന്നു എല്ലിസ് ഐലൻഡ്. ജോലിയും സ്വാതന്ത്ര്യവും സുരക്ഷയും ഒക്കെ തേടി ഏകദേശം 12 മില്യൺ ആളുകളാണ് ഈ ദ്വീപിലൂടെ അമേരിക്കയിൽ പ്രവേശിച്ചത്. ലോകം മുഴുവൻ ഞെട്ടലോടെ കേൾക്കുകയും കാണുകയും ചെയ്ത വലിയൊരു ഭീകരാക്രമണമായിരുന്നു 2001 സെപ്റ്റംബർ 11 ഉണ്ടായത്. ട്വിൻ ടവർ സ്ഥിതി ചെയ്തിരുന്നതിനടുത്ത് സെപ്റ്റംബർ 11 ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു മ്യൂസിയവും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഭീകരാക്രമണത്തിൽ തകർന്ന വേൾഡ് ട്രേഡ് സെന്ററിന്റെ പല ഭാഗങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. നിലകൾ വീതമുള്ള 2 ടവറുകളാണ് വേൾഡ് ട്രേഡ് സെന്ററിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മിനിറ്റിൽ 1600 അടി വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന എക്സ്പ്രസ് എലിവേറ്ററുകളാണ് വേൾഡ് ട്രേഡ് സെന്ററിൽ ഉണ്ടായിരുന്നത്. തകർന്ന എലിവേറ്റർ മോട്ടറിന്റെ ഭാഗങ്ങളാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ട്വിൻ ടവറുകൾ ആക്രമിക്കപ്പെട്ടപ്പോൾ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി ഓടിയെത്തിയ ഫയർ ട്രക്കുകളിൽ ഒന്നാണ് ഇത്. മുകളിൽ നിന്ന് പതിച്ച കെട്ടിടാവിശിഷ്ടങ്ങളുടെ ആഘാതത്തിൽ ട്രക്ക് തകരുകയും അഗ്നിശമന സേനാംഗങ്ങൾ പലരും മരിക്കുകയും ചെയ്തു. അന്നത്തെ രക്ഷാപ്രവർത്തനത്തിന്റെ വീഡിയോയാണ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഭീകരാക്രമണത്തിൽ മരിച്ച തൻ്റെ സഹോദരൻ ജെയിംസ് മാർഷൽ കാർട്ടിയറിന്റെ ഓർമ്മയ്ക്കായി ജോൺ കാർട്ടിയർ തൻ്റെ ഹാർലി ഡേവിഡ്സൺ ബൈക്ക് മ്യൂസിയത്തിന് നൽകിയിരിക്കുന്നു. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ചിത്രങ്ങൾ. ഭയാനകമായ ഈ സംഭവം നേരിട്ട് കണ്ടവരുടെ മനോഗതം എന്തെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ചില ചിത്രങ്ങൾ. ഈ സംഭവത്തിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും കുട്ടികൾ അയച്ച കത്തുകളും ചിത്രങ്ങളും. അതിൽ ചിലത് ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ആക്രമിക്കപ്പെട്ട ട്വിൻ ടവറിന്റെ വളരെ അടുത്ത് ഒരു പോറല് പോലും ഏൽക്കാതെ നിലകൊണ്ട സെന്റ് പോൾസ് ചാപ്പലാണിത്. സെപ്റ്റംബർ 11 ആക്രമണത്തിന് ശേഷം ഈ ചാപ്പൽ അഗ്നിശമന സേനാംഗങ്ങളുടെയും വോളണ്ടിയർമാരുടെയും
സുരക്ഷാ പ്രവർത്തകരുടെയും ഒരു താവളമായി നിലകൊണ്ടു. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട വൺ വേൾഡ് ട്രേഡ് സെന്റർ അല്ലെങ്കിൽ ഫ്രീഡം ടവർ. ആക്രമിക്കപ്പെട്ട ട്വിൻ ടവറിന് പകരമായി നിർമ്മിച്ച 104 നിലകളുള്ള പുതിയ ടവർ. വേൾഡ് ട്രേഡ് സെന്റർ ഒക്യുലസ് അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് സെന്റർ ട്രാൻസ്പോർട്ടേഷൻ ഹബ്. പറക്കുന്ന പക്ഷിയുടെ ചിറക് പോലെയുള്ള ഇതിന്റെ ഡിസൈൻ സെപ്റ്റംബർ 11 ശേഷമുള്ള പുനർജന്മത്തെയും പ്രത്യാശയും സൂചിപ്പിക്കുന്നു. ഒരു വലിയ ഷോപ്പിംഗ് മാളും ട്രെയിൻ സബ്വേ സ്റ്റേഷനും ഒക്കെ ഇതിനുള്ളിലുണ്ട്. ട്വിൻ ടവറുകൾ നിന്നിരുന്ന അതേ സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന 2 പൂളുകളാണ്. സെപ്റ്റംബർ 11 മെമ്മോറിയൽ പൂൾ എന്നറിയപ്പെടുന്ന ഈ പൂളുകൾ 4 വശത്തു നിന്നും വെള്ളമൊഴുകി മധ്യഭാഗത്തായി ഒരു ഗർത്തത്തിലേക്ക് പതിക്കുന്ന വിധത്തിലാണ്. സെപ്റ്റംബർ 11 വലിയ നഷ്ടത്തിന്റെ ഓർമ്മയാണ് അത് സൂചിപ്പിക്കുന്നത്. 2011 സെപ്റ്റംബർ ആക്രമണത്തിന് ഇരകളായവരുടെ പേരുകളാണ് വശങ്ങളിൽ കൊത്തിയിരിക്കുന്നത്. വെറുപ്പും വിദ്വേഷവുമല്ല, സ്നേഹവും കരുതലുമാണ് മനുഷ്യനെ നിലനിർത്തുന്നത്. കാലിഫോർണിയയിലെ പ്ലസന്റണിൽ സിജുവിനോടും കുടുംബത്തോടൊപ്പമായിരുന്നു ഞങ്ങൾ 4 ദിവസം. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ബാക്ക്യാർഡാണിത്. ഇനി 5-6 ഓറഞ്ച് പറിച്ച് ഒരു ജ്യൂസ് ഉണ്ടാക്കിയാലോ? In the morning, I wake up feeling no pain. അതിഥി സൽക്കാരത്തിന്റെ സന്തോഷമാണ് ആ മുഖം മുഴുവൻ. I get to remember it. Then I see my bed is empty on the only place I can hide. In the morning, I'm wondering how I'm gonna get through the night. Sick and weary, and only your love's gonna make it right. ഹൂസ്റ്റണിലുള്ള ജെറാൾഡ് ഡി ഹൈൻസ് വാട്ടർവാൾ പാർക്ക്. Close the curtain. Sweating, shaking all over. Imagine you're here. കൃത്രിമമായി നിർമ്മിച്ച ഒരു വാട്ടർവാളാണിത്. ഏകദേശം 64 അടി ഉയരത്തിൽ നിന്നാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത്. Man with your love and without. Stuck in the seal. I may never make it out. In the morning, I'm wondering. വളരെ പ്രശസ്തമായ ഒരു ലൈംസ്റ്റോൺ കേവ് ആണിത്. ഏകദേശം 126 പടികൾ ഇറങ്ങിയാണ് നാം ഗുഹയിൽ പ്രവേശിക്കുന്നത്. ഗുഹയുടെ പേര് തന്നെ വിചിത്രമാണ്. കേവ് വിത്തൗട്ട് എ നെയിം, പേരില്ലാത്ത ഗുഹ. ടെക്സസിലെ സാൻ അന്റോണിയോയിൽ നിന്ന് ഏകദേശം 40 മൈൽ അകലെയാണ് ഈ കേവ് സ്ഥിതി ചെയ്യുന്നത്. Just a little. Take me along the way. Won't you visit? Won't you stop by to stay? I'm a better man with your love than without. In the seal. ഇപ്പോൾ ഈ കേവ് തോമസ് ടോം സമ്മേഴ്സ് എന്ന ഒരു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലാണ്.